ഞാനങ്ങനെ ചാൻസ് ചോദിച്ച് വിളിക്കലുമില്ല, ഒന്നുമില്ല. ഒന്നും വരെ ചാൻസ് ചോദിച്ചിട്ടില്ല. പുള്ളി എനിക്ക് ചാൻസ് തന്നേ ഉള്ളൂ. ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ചേട്ടന്റെ മകൾക്കെതിരെ ഉൾപ്പെടെ കമന്റുകൾ എന്നെ തോന്നിയിട്ടുണ്ട്. ഈ പുള്ളി അത് ഒരുപാട് അനുഭവിച്ചു. അതുകൊണ്ടാണ് ഇളയ മോളുണ്ടായപ്പോൾ അതിന് ചെന്നൈയിൽ കൊണ്ട് പഠിപ്പിക്കാനൊക്കെ നിർത്തിയത്. കാരണം ഒരു കുട്ടി ഇപ്പം എനിക്കൊക്കെ എതിരെ അതേപോലത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് തന്നെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പറഞ്ഞിട്ട് ഞാൻ കള്ളക്കടത്തുകാരനാണ്, എനിക്ക് 2 പെൺപിള്ളേരുണ്ട്, അവർ സ്കൂളിൽ പഠിക്കാൻ പോകണം, അവരച്ഛൻ കള്ളക്കടത്തുകാരനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് പോയി നിന്നത് എവിടെയാ? മുഖ്യമന്ത്രിയുടെ ഓഫീസില്ല. അപ്പം ഞാൻ ആലോചിച്ചു ദൈവം ഇതെന്ത് കേസാ എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഈ ബിബിൻ ജോർജൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്, ചേട്ടാ അടുത്ത പള്ളി എപ്പോഴാണ് വെടിയെന്ന് എനിക്ക് ചോദിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സുമായി അറിയാത്ത കുറേ കാര്യങ്ങളിൽ പോയി പെടും. ചിലർ പെടുത്തും, ചില ന്യൂട്രൽ പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ അതിലായിപ്പോവും. ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എവിടെയുള്ളൊരു പയ്യൻ ഇടക്കിടക്ക് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ അവൻ്റെ നമ്പർ മൊബൈൽ ഫീഡിയാനൊന്നും പോയില്ല. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ എനിക്കൊരു കോമഡി പോലെയാണ്. ഞാൻ വണ്ടിക്ക് വന്നിട്ട് ബ്ലൂടൂത്തിൽ ഇവൻ്റെ കോൾ വരും, പറയും ഏട്ടാ നിങ്ങൾക്ക് 2 കോടി തരും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അപ്പം ഞാൻ 2 കോടി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അതൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വിളിച്ചു പോയതിൻ്റെ പേരിലൊക്കെയാണ് ഇങ്ങനെ. കണക്ട് ചെയ്തായിരുന്നു. അവനൊക്കെ ഒരു പാവം പയ്യൻ, ഇതിൻ്റെ ഒരു ഏടിൽ പോലും ഇല്ല, പോലീസ് സ്റ്റേഷനിലായിട്ടൊരു ബന്ധമില്ലാത്തവരിങ്ങനെ കോടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഇന്ന നാട്ടിനെ പരിചയമുണ്ടോ, ഇന്ന നാട്ടിനെ പരിചയമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, എന്താണ് എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ അവനോട് വിളിച്ചിട്ട് പറഞ്ഞു 2 കോടിയൊന്നും പോരാ, 3 കോടി ഉണ്ടെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെയൊക്കെ തമാശ പറയുമായിരുന്നു. അതൊക്കെയാണ് എന്നെ വിളിപ്പിച്ചത്. പക്ഷേ ആ കേസ് പോയി നിന്നത് ഒറ്റത്താ പോയി നിന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പോയി നിന്നത്. അത് അത്രയൊക്കെ ഉള്ളു. നമ്മളെങ്ങനെ സമാജം നമ്മൾ ആരെയും പറ്റിച്ച് ജീവിച്ചിട്ടില്ല, നമ്മളെ പരിച്ചിട്ടുള്ള ആൾക്കാർ. ഇപ്പം ഈ ദിലീപേട്ടൻ്റെ വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ബബ്ബ സിനിമ ഇറങ്ങുന്നു, അതിനെതിരെയും വളരെയധികം ഇപ്പം സിനിമ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ സിനിമ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ആവറേജ് സിനിമ ആയിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം. എന്താണെന്ന് അറിയുന്നതിന് മുന്നേ സിനിമ തെറി വിളിക്കുന്ന, അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമ കാണില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും സജീവമായിട്ട്, പഴയതിലും കൂടുതൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആൾക്കാർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഒരു പഴയ ഒരു പ്രഭാവം ഇനി തിരിച്ചു വരില്ലെന്നുണ്ടോ? അദ്ദേഹത്തിന് ഇനി വരാൻ, ആളുകളുടെ ആ ഒരു ഇഷ്ടം ശരിക്കും ഇനി അത് നേടിയെടുക്കാൻ പറ്റുമോ? കാരണം നിരപരാധി വിധി വന്നിട്ടും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ കേസ് വന്നപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വന്നു കുറേ പേർക്കൊക്കെ. എന്താണ് ദിലീപ് ചെയ്തിട്ടുണ്ടാവോ, ദിലീപ് ചെയ്തിട്ടില്ലേ, അങ്ങനെ 2 വിഭാഗമായിട്ട് കുറച്ച് പേര് തിരിഞ്ഞു. പക്ഷേ കല എന്നും ഇതാണ്, ദിലീപ് ഏട്ടൻ്റെ അഭിനയ മികവിനെ ചോദ്യം ചെയ്യാനൊന്നും ഒരാളില്ല. നല്ല സിനിമയാണെങ്കിൽ ഇവിടെ വിജയിക്കും. പിന്നെ കുറ്റാരോപിതം മാത്രമായിരുന്നു, പുള്ളി കുറ്റവിമുക്തനായി. ഇനിയും ദ്രോഹിച്ചുകൊണ്ട് പുറകേ നടക്കും കുറേ ആൾക്കാർ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാൻ പാടില്ല. ഒരു തെളിവ് ഒരു 8 വർഷം കൊണ്ട് കണ്ടെടുക്കാത്ത ആൾക്കാർ ഇനി എന്താ തെളിവ് ശേഖരിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ ഒരു പോലീസിൻ്റെ നമ്മുടെ അവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ മികവുറ്റ പോലീസ് സംവിധാനമാണ്. അവർ പെട്ടെന്ന് തന്നെ കേസുകൾ തെളിയിക്കുന്ന ആൾക്കാരാണ്. നിസ്സാര സമയം കൊണ്ട് കേസുകൾ തെളിയിക്കുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യുന്ന ആൾക്കാർ. 8 വർഷം കൊണ്ട് അവർക്ക് നടക്കാത്ത കാര്യം ഇനി മേൽക്കോടതികളിൽ പോയാൽ എങ്ങനെ തെളിയിക്കും എന്ന് എനിക്ക് ബോധ്യമില്ല. ഇത് വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഞങ്ങളൊക്കെ നല്ല സൗഹൃദത്തോടു കൂടി ട്രിപ്പ് പോയ ആൾക്കാരും അടിച്ചുപൊളിച്ച ആൾക്കാരൊക്കെയാണ്. എപ്പോഴോ എവിടെയോ വിള്ളലുകൾ വീണിട്ട് വന്ന സംഭവമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയതല്ലേ ഇവിടെയൊക്കെ. അമേരിക്കയിലൊക്കെ ഒരു 19 ദിവസം നല്ല രീതിയിൽ നല്ല കൂട്ടായിരുന്നു. എന്നെയാണ് ആദ്യം ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നത് സിനിമയിൽ നിന്ന്. ഈ കേസുമായിട്ടാണ് ദിവസം ഇവരൊക്കെ ചോദ്യം ചെയ്തായിരുന്നു. പല ന്യൂസുകളിലും വന്ന ഒരു കാര്യമാണ്, നാദിർ ഷാ എക്കയുടെ അടുത്ത് പോലീസ് വിളിച്ചിട്ട് മറ്റേ മൊഴി കൊടുക്കാൻ വരുമ്പോൾ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞു, അപ്പം അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞേ, അങ്ങനെ ഒരു ടോണിൽ പോലീസിൽ നിന്ന് സംസാരിച്ചെന്നൊക്കെ പറയുന്നത്, അതൊക്കെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ച ഒരാളെന്നുള്ളതിൽ അങ്ങനെ ഇക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്കൊക്കെ ഞാൻ വിളിക്കുന്നത് ആഷിക്കിനാണ്.
എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. പേടിച്ചരണ്ട് പ്രഷർ കൂടുന്ന ആളാണ് പുള്ളിനൊക്കെ അങ്ങനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളി പേടിച്ച് അരണ്ടോ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിലൊരു കുറ്റകൃത്യം ചെയ്യാത്ത ഒരു കേസും ഇല്ലാത്ത അങ്ങനത്തെ ഒരാളാണ് ദിലീപ് എന്ന മനുഷ്യരായിട്ടുള്ള ആത്മബന്ധം വെച്ചിട്ട് പുള്ളിനെ അങ്ങനെ ചോദിച്ചതാണ് നമുക്ക് പഠിക്കാത്തത്. ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ല. ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്കൊന്നും മിക്കാക്കിനെ പറ്റിയൊക്കെ. അതൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഇടയ്ക്ക് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു മറ്റേ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ അമ്മയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത് പോലെ മറ്റാരാണേലും ചെയ്യാൻ പറ്റും. ഇപ്പം അമ്മ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം സജീവമായിട്ട് അതിൽ ഇടപെടാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ നോക്കിക്കാണും? ഇപ്പം വളരെ നല്ല പ്രവർത്തനമാണ് ഇപ്പോഴും. അമ്മ എന്ന സംഘടന ഇപ്പോഴും നല്ല പ്രവർത്തനമാണ്. നമ്മളെ ഓരോ കാര്യത്തിന് വിളിച്ച് ചോദിക്കുക. അതിന് ഓരോരുത്തരായി ഇപ്പോൾ നമുക്കൊരു അസുഖമുള്ള മെമ്പറാണെങ്കിൽ അവർക്ക് അവരുടെ ഡോക്ടറുടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. വീട്ടിലേക്ക് എത്തിച്ചേരുക, അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എത്രയോ വീടുകൾ വെച്ച് അമ്മ കൊടുത്തെന്നറിയാമോ? ഞാൻ പണ്ട് ഒരു സംഭവം പറഞ്ഞത്, ഇന്നസെൻ്റ് ഏട്ടൻ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞായിരുന്നു. അന്ന് പ്രളയം അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ടൈമിന് 5 കോടി രൂപയോ 6 കോടി രൂപയോ അമ്മ സർക്കാരിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ പേഴ്സണലായിട്ട് എല്ലാവരും കൊടുത്തു. അതിപ്പോൾ ഞാനടക്കം കൊടുത്തിട്ടുണ്ട്. എല്ലാ സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓടിയടന്ന് പല സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഇന്നസെൻ്റ് ഏട്ടനോട് ഞാനൊന്ന് പറഞ്ഞായിരുന്നു, ഈ 6 കോടി രൂപയ്ക്ക് നമുക്കൊരു 3 കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ചിട്ട് ഒരു ബൗണ്ടറി ഒക്കെ ഇട്ടിട്ട് 3 കോടി രൂപയ്ക്ക് വീടുകൾ വെച്ച് കൊടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഒരു അമ്മ ഗ്രാമം. ഇത് എന്നോട് ഇന്നസെന്റ് സാർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്തുകൊണ്ട്, ഞാനൊരു ജൂനിയർ പോലത്തെ ഒരാളായതുകൊണ്ടും അവർ അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞതാണ് ചുറ്റുമുതൽ കിട്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിട്ടും. അങ്ങനെ വില കുറഞ്ഞ സ്ഥലങ്ങൾ, ചെറിയ കളി സ്ഥലങ്ങളും കാര്യങ്ങളും. ഇത് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ ആണ്. അപ്പം ഞാൻ പറഞ്ഞൊരു അമ്മ ഗ്രാമം, നാളെ സിനിമ താരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊരു സ്ഥലമായിരിക്കും അത് എന്ന് പറഞ്ഞു. പക്ഷേ ഇതങ്ങോട്ട് വിലപ്പോയില്ല, എടുത്തില്ല അവർ നമ്മുടെ വാക്കുകൾ. അതിനൊരു നിരാശ എനിക്കുണ്ട്. കാരണം ഗവൺമെൻറ്റിലേക്ക് ഇഷ്ടംപോലെ പണം ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇത് ചെയ്താൽ മതിയായിരുന്നു. അവിടെ നിലനിന്നു. അത് പറഞ്ഞപ്പോൾ അന്ന് അവർ ആരും അംഗീകരിച്ചില്ല. അതുപോലെ എല്ലാവരും എന്താ പറയുക, പാർട്ടിപരമായിട്ടാണെങ്കിലും അമ്മയിൽ ഇത്രയും അവരൊക്കെ ഉണ്ട്, വിട്ടുകളഞ്ഞു.